ബമ്പറിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോളാം. നമസ്കാരം, സാൻഫിക്സ് ഫിൻ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാൻഫിക്സ് ആണ് സംസാരിക്കുന്നത്. വളരെ കാലമായി ഞാൻ വർക്ക് ചെയ്തിരുന്ന മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണിത്. സംഭവം മറ്റൊന്നുമല്ല, കഴിഞ്ഞൊരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഒരു 3 സുഹൃത്തുക്കളുമായി ചേർന്ന് തമിഴ്നാട്ടിലുള്ള ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോവുകയുണ്ടായി. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് നമ്മൾ പോയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ കുറച്ച് സൺഫ്ലവേഴ്സൊക്കെ വളർന്നു നിൽക്കുന്ന കാണാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ അവിടെ പോയ സമയത്ത് നമുക്ക് അത്രയ്ക്കധികം പോകുന്നത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് അതിനേക്കാളും വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഏകദേശം നമ്മുടെ തമിഴ്നാട് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ബോർഡർ ഭാഗത്തായിട്ട് പുളിയെക്കുറിച്ച് അങ്ങനെ എന്തുവാണ് ആ സ്ഥലത്തിൻ്റെ പേര് വൃത്തിയായിട്ട് ഓർക്കുന്നില്ല. ആ ഒരു സ്ഥലത്ത് വെച്ച് നല്ലൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലോക്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പിൻ ഭാഗത്ത് കൂടെ നമ്മൾ ഇപ്പോൾ ഫ്രണ്ടിലൊരു ടിപ്പർ ലോറി നിൽക്കുകയായിരുന്നു. അതിന് മുമ്പിൽ ഒരുപാട് വാഹനങ്ങൾ നിരനിൽപ്പുണ്ട്. ടിപ്പർ ലോറി നിൽക്കുകയായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് പോയ മാരുതി ഓൾട്ടോ 800 പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിൻ സൈഡിലായിട്ട്, അപ്പോൾ നമ്മുടെ പിൻ സൈഡിലായിട്ട് ഒരു പിക്കപ്പ് വാഹനം വന്ന് ഇടിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഇടിക്കുന്ന സമയത്ത് സംഭവം വലിയ ആക്സിഡൻ്റ് ഒന്നുമല്ല, ചെറിയൊരു മൈനറായിട്ടുള്ള ആക്സിഡൻ്റാണ്. ഈ വാഹനം ഇങ്ങനെ വരികയുണ്ടായി. ജസ്റ്റ് പുള്ളിക്കാരൻ ബ്രേക്ക് ചവിട്ടി, ബ്രേക്ക് കിട്ടിയില്ല. ജസ്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ബാക്കിൽ വന്ന് ഒരു തട്ടുപറ്റിയുണ്ടായി. അപ്പോൾ ഇങ്ങനെ തട്ടുപറ്റിയ സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു തട്ടിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. വലിയ ആക്സിഡൻ്റ് ഒന്നുമല്ല, ഞാൻ ആദ്യമേ പറയാം. അദ്ദേഹം വന്നു, ചെറിയ രീതിയിൽ നമ്മുടെ വാഹനത്തിൽ തട്ടുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഈ ബമ്പർ, അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഞങ്ങൾ വളച്ച് വെച്ചതാണ് നമ്പർ കാണാതിരിക്കാൻ വേണ്ടി. പിന്നെ ഈ ബമ്പർ പോയിട്ടുണ്ട്, പിന്നെ ഒരു മഡ് ഫ്ലാപ്പ് പോയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബാക്ക് ഡോറും കൂടെ ഒന്ന് ഡെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സംഭവിച്ചത്. അപ്പോൾ ഈ വണ്ടി വന്ന് ഇടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം അപ്പോൾ നമ്മുടെ വാഹനം മുന്നോട്ട് നീങ്ങുകയുണ്ടായി. ഓക്കെ, അതാണ് നിങ്ങൾ കാണേണ്ടത്. ഇനിയുള്ള ഭാഗമാണ് നിങ്ങൾ വ്യക്തമായിട്ട് കാണേണ്ടത്. മുന്നോട്ട് നീങ്ങുകയുണ്ടായി. നമ്മുടെ വാഹനത്തിൻ്റെ മുൻഭാഗം വന്ന് ആ ടിപ്പറിൻ്റെ ബാക്ക് സൈഡിൽ ചെറുതായിട്ടൊന്ന് ഇടിക്കുകയുണ്ടായി. അപ്പോൾ ഈ ചെറിയൊരു ഇടിയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനകീയമായിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള മാരുതി സുസുക്കിയുടെ, ഞാൻ വർക്ക് ചെയ്ത ഒരുപാട് കാലം എനിക്ക് അന്നം തന്ന മാരുതി സുസുക്കി എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം ഞാൻ ഈ അന്നദാതാവിനെ കുറ്റം പറഞ്ഞു എന്ന്. ഞാൻ മാരുതി സുസുക്കിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അന്നദാതാവിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചിലപ്പോൾ എല്ലാവരും ചിന്തിച്ചെന്ന് വരാം. അപ്പോൾ ഇതാണ് സംഭവിക്കുകയുണ്ടായി. ഇത് നമ്പർ പ്ലേറ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് മറച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ചെറിയൊരു ഇടിയാണ് പറ്റിയത്. പക്ഷേ ആ ഒരു ഇടിയിൽ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് കണ്ടല്ലോ, ഹെഡ്ലൈറ്റ് പോയി, ബമ്പർ ഫുള്ള് പോയി, ഫ്രണ്ട് ബോണറ്റ് ഫുള്ള് ഡെൻറ്റ്. ചെറിയൊരു തട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ആ ബാക്കിലുള്ള ഇടി വലിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇടിയാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇത് വന്ന് ചെറുതായിട്ടൊന്ന് ഒരു ടിപ്പറിൻ്റെ ബാക്കിൽ തട്ടിയതാണ്. അപ്പോൾ തന്നെ ഇത്രയും ഹെവി ഡാമേജാണ് നമ്മുടെ വാഹനത്തിന് ഉണ്ടായത്. അത് മാത്രമല്ല, വണ്ടിക്കകത്ത് ഞങ്ങൾ 4 പേര് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഫ്രണ്ടിലിരുന്ന് യാത്ര ചെയ്ത് 2 പേരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിലിരുന്നവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് 4 പേർക്കും ഒരുപോലെയുള്ള ഷേക്കാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള എനിക്കിപ്പോൾ നല്ല നടുവിനൊക്കെ നല്ല രീതിയിൽ പ്രശ്നമുണ്ടായി. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ അവന് കഴുത്തിന് നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട്. കാരണം ആ ഒരു ഇടിയുടെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ഇടിയാണെങ്കിൽ പോലും ഈ വാഹനത്തിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ സംഭവം നമ്മുടെ ഈ നിലവിലിപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബോണറ്റ് കാര്യങ്ങളെല്ലാം പോയി ഈ പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഒരു ബമ്പറിൻ്റെ ഭാഗം നിങ്ങൾ നോക്കിയറിയോ, ഇതിൻ്റെ ബമ്പറിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോളാം. ഓൾമോസ്റ്റ് 5 ലക്ഷം രൂപ അടുപ്പിച്ച് കൊടുത്ത് മാരുതി സുസുക്കിയിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് കരസ്ഥമാക്കിയ ഒരു വാഹനമാണ്. ഈ വണ്ടിയുടെ ഡെലിവറിയുടെ താക്കോല് കൊടുക്കാനുള്ള ഒരു ഒരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും വളരെയധികം മോശം ബിൽഡ് ക്വാളിറ്റിയിലാണ് മാരുതി സുസുക്കി വാഹനങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഈ വീഡിയോ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമില്ല സുഹൃത്തുക്കളെ, ഞാൻ ഇത്രയും കാലം, കാരണം ഞാൻ മാരുതി സുസുക്കിയുടെ ഷോറൂമിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വാഹനങ്ങൾ തട്ടിയതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേര് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെയൊക്കെ കാണുന്നത് എന്താണ്, ഒരാൾ വാഹനം തട്ടി വരുന്നു, ഓക്കെയാണ്, നമ്മൾ നേരെ റിപ്പയർ ചെയ്ത് പോകുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഓക്കെ, നമ്മൾ ആ ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു സാഹചര്യം ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന്, അപ്പോൾ ഈ പറഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പറഞ്ഞ വാഹനവുമായി ബന്ധപ്പെട്ട് ഞാൻ മാരുതി സുസുക്കിയുടെ ഈ പറയുന്ന ഓൾട്ടോ 800 യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ മാത്രമാണ്
എന്തുമാത്രം വേദന നമ്മൾ അനുഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതിലാണ് മാരുതി സുസുക്കി എന്ന് പറയുന്ന ഈ മോശം കമ്പനിയുടെ വാഹനം ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കാരണം അത്രയ്ക്ക് നല്ല ഷേക്കും ഉണ്ടായി. നിങ്ങൾ നോക്കിയാൽ ചെറിയൊരു തട്ടിൽ തന്നെ എല്ലാം പൊളിഞ്ഞു പോയി. ഇതിൽ ആകപ്പാടെ കുറച്ച് കട്ടിയുള്ള പീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോണറ്റ് മാത്രമാണ്. അത് വലിയ ഇതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ബാക്കി എല്ലാ ഭാഗവും പൊളിഞ്ഞു പോയി. ഇതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ചെറിയൊരു തട്ടിൽ തന്നെ ഇത്രയും ഡാമേജ് ഉണ്ടാക്കാനായിട്ട് ഈ വണ്ടിക്ക് പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഇതിനേക്കാളും വേസ്റ്റ് ആയിട്ടുള്ള സംഭവം പറഞ്ഞു തരാം. ഈ വണ്ടി ഓൾമോസ്റ്റ് 5 ലക്ഷം രൂപ അടുപ്പിച്ചാണ് അന്ന് ഈ സമയത്ത് വില ഉണ്ടായി. ഇപ്പോൾ നിലവിൽ മാരുതി ഓൾട്ടോ 800 ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കേട്ടോണ്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ ഈ വണ്ടി റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ വീഡിയോ പ്രസ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാരണം, ഞാനിപ്പോൾ ഈ ആക്സിഡൻറ്റ് നടന്നതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറി കണ്ടുകൊണ്ട് ഏകദേശം ഒരു 4000 പേരോളം ആ സ്റ്റോറി കണ്ടിട്ടുണ്ട്. അത്രയും പേരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ സ്റ്റോറി കണ്ടുകൊണ്ട് മാരുതി സുസുക്കിയിലെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ ഫോൺ ചെയ്യുകയുണ്ടായി. നീ ആ സ്റ്റോറി എടുത്ത് മാറ്റണം, നിൻ്റെ വണ്ടി ഇങ്ങനെ തട്ടിയതെടുത്ത് മാറ്റണം, അത് വീഡിയോ നീ പോസ്റ്റ് ചെയ്യരുത്, അത് കമ്പനിയെ ബാധിക്കും. അപ്പോൾ ഞാൻ പറയടാ, അത് ഇങ്ങനെ എനിക്കെടുത്ത് മാറ്റാൻ സാധിക്കും. കാരണം ഈ പറയുന്ന പോലെ മോശം അഭിപ്രായമാണ് എനിക്ക് ഈ വണ്ടിയെക്കുറിച്ചുള്ളത്. കാരണം ഞാൻ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു. കാരണം എനിക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് യാത്ര ചെയ്ത ഒരു അപകടം സംഭവിച്ചപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ മോശം ക്വാളിറ്റിയെക്കുറിച്ച് മനസ്സിലായത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, നിനക്കറിയാമല്ലോ മാരുതി സുസുക്കിയുടെ വണ്ടികളെല്ലാം ഹാർടെക് പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാക്കുന്നത്, സേഫസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷേ എൻ്റെ ദൈവമേ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ തൊഴുത് പറയാം, ഈ വാഹനം ഈ മാരുതി സുസുക്കിയുടെ ഓൾട്ടോയുടെ കാര്യമാണ് ഞാൻ ഇപ്പം പറയുന്നത്. സ്വിഫ്റ്റൊക്കെ ഇതിനേക്കാളും ഗതികേടാണ്. കാരണം ഇങ്ങനെ പുതുക്കി കഴിഞ്ഞാൽ ടക്ക് അങ്ങ് താന്നു പോകും, കൈ കൊണ്ട് പിതിക്കായിരിക്കണം. അപ്പോൾ ഒരു വണ്ടി ഒന്ന് ഇടിച്ചുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഒരു കല്ലിലോ പോസ്റ്റിലോ റോഡ് സൈഡിലോ എവിടെയെങ്കിലും ആക്സിഡൻ്റ് ആയുള്ള അവസ്ഥ നിങ്ങൾ ഇന്ന് ചിന്തിച്ച് നോക്കേണ്ടേ ഉള്ളൂ. 5 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ഈ വാഹനം വാങ്ങിച്ചു. ഈ സാധനം ചെറിയൊരു തട്ടിയപ്പോഴേക്കും ഈ മോശം അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാരുതി സുസുക്കിയിൽ നിന്ന് എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു വീഡിയോ ഒന്നും ഇടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത്രയും വളരെ മോശമാണ് ഇതിൻ്റെ ബമ്പറിൻ്റെ അവസ്ഥ. ഈ സൈഡ് പീസൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, എല്ലാം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വളച്ച് കഴിഞ്ഞാൽ നമുക്ക് വളഞ്ഞു വരും. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ഇത് റിപ്പയറിങ്ങിന് വേണ്ടി കമ്പനിയിലൊക്കെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ ഓൾമോസ്റ്റ് ഒരു 20,000 ഒക്കെ ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതേ കാര്യം തന്നെ പുറത്തുകൂടെ ഒന്ന് റേറ്റ് അന്വേഷിക്കാമെന്ന് ചോദിച്ച് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ സ്പെയറുകളുടെ റേറ്റ് ഞാൻ തിരക്കി. അതാണ് ഏറ്റവും വലിയ കോമഡി. അതും കൂടെ കൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ ഈ ബമ്പർ നമുക്ക് പെയിൻറ്റ് ചെയ്യാതെ മാറ്റ് ബ്ലാക്കിലായിരിക്കും, മാറ്റ് ഫിനിഷിലായിരിക്കും ബമ്പറൊക്കെ വരുന്നത്, ബോഡിയൊക്കെ വരുന്നത്. ഈ ബമ്പർ ഇതിന് വന്നിട്ട് നമ്മുടെ ബോണറ്റിന് വന്നിട്ട് 5000 രൂപയാണ് റേറ്റ് വരുന്നത്. ഹെഡ്ലൈറ്റിന് വരുമ്പോൾ 2500 വരും. ഇപ്പോൾ 2 ഹെഡ്ലൈറ്റ് മാറുന്നതിന് 5000, ഇതിന് 5000. ബമ്പറിന് വന്നിട്ട് 2250. അപ്പോൾ ഈ ഒരു 12,500. ബാക്കി അല്ലറ ചില്ലറ പീസുകളെല്ലാം കൂടെ ഒരു 20,000 രൂപയ്ക്ക് അകത്ത്, പിന്നെ പെയിൻറ്റിങ് എല്ലാം കൂടെ ചേർത്ത് ഒരു 10,25,000 രൂപയൊക്കെ ആവും. എന്നാൽ ഒരു മാക്സിമം ഒരു 20,000 25,000 ആ ഒരു ഇതിൽ ബാക്കും ഫ്രണ്ടും കൂടെ ചെയ്യാമെന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അടുത്ത് ഇതിനകത്ത് വേറെ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു വാഹനം, ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡാമേജ് ആണ്, ബാക്ക് ഡാമേജ് ആണ്. ഇത് ഫ്രണ്ടും ബാക്കും കൂടെ പണി ചെയ്യുന്നതിന് 25,000 രൂപ മാത്രമാണ് ചിലവ് വരുന്നത്. അപ്പോൾ അതാണ് മാരുതിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നാണ് എല്ലാവരും പറയുന്നത്. സർവീസിന് ലോ മെയിൻ്റനൻസ് കോസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ വാഹനം നമ്മൾ കൊണ്ടുവച്ച് ഇടിച്ചു. ഇത്രയും വലിയ വാഹനത്തിന് 5 ലക്ഷം രൂപയുടെ വാഹനത്തിന് 25,000 മാത്രം മതി ഫ്രണ്ടും ബാക്കും പണി ചെയ്തിറക്കാനായിട്ട്. അപ്പോൾ ആ വാഹനത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ഇവന്മാർക്ക് എത്ര ചിലവാക്കി കാണുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. 5 ലക്ഷം രൂപ മുടക്കി ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്ത് മിനിമം 1 ലക്ഷം രൂപയുടെ വർത്തുള്ള സാധനങ്ങളെങ്കിലും കുത്തി കയറ്റാനായിട്ട് മാരുതി സുസുക്കി തയ്യാറാകണം എന്നാണ് എനിക്ക് ദയവായി അവരുടെ അടുത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. ആയിരക്കണക്കിന് പേര്, ലക്ഷക്കണക്കിന് പേരാണ് വർഷാവർഷം മാരുതി സുസുക്കിയിൽ നിന്ന് വാഹനം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ഈ വരുന്ന ചിങ്ങ മാസത്തിലൊക്കെ, ചിങ്ങ 1-നൊക്കെ എന്ന് പറയുമ്പോൾ അത്രയും ബുക്കിംഗാണ് വരുന്നത്. ഒരുപാട് ആയിരക്കണക്കിന് പേര്, ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സാണ് വർഷാവർഷം മാരുതി വണ്ടികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് മാരുതി സുസുക്കി എന്ന് പറയുന്ന സ്ഥാപനം, എനിക്ക് അന്നം തന്ന സ്ഥാപനമാണ്, അവരെക്കുറിച്ച് ഞാൻ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ചിലപ്പം അത് നാളെ എനിക്ക് ചിലപ്പോൾ തിരിച്ചടിച്ചേക്കാം. എന്നാലും ഞാൻ പറയുകയാണ്, ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളെ നമ്മൾ വിശ്വാസവഞ്ചന കാണിക്കരുത്. ഇനിയെങ്കിലും വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ വ്യക്തമായ ദയവ് ചെയ്ത് ക്വാളിറ്റിയോടെ മാത്രം വാഹനങ്ങൾ ഇറക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെ കൈ കൊണ്ട് ഓടിച്ചെടുക്കാൻ പറ്റുന്ന സാമാനങ്ങളൊന്നും ദയവ് ചെയ്ത് വണ്ടികളിൽ വാങ്ങിച്ച് കയറ്റരുത്. എന്തായാലും വളരെയധികം മോശമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം നമ്മളെ ജനങ്ങളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ലോൺ ഇട്ടായിരിക്കും വാഹനങ്ങൾ വാങ്ങിക്കുന്നത്. 5 വർഷത്തേക്ക് 1 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ കാർ എടുക്കുന്ന സമയത്ത് 2250 രൂപയോളം പെർ ലാക്ക് EMI വരുന്നുണ്ട്. അതായത് ഈ വാഹനം ഒരു 1 ലക്ഷം രൂപ എടുത്ത് കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ ലോൺ ഇട്ട് കഴിഞ്ഞാൽ 10,000 രൂപ 5 വർഷത്തേക്ക് EMI വരികയാണ്. മനസ്സിലായില്ലേ? ഏകദേശം ഓൾമോസ്റ്റ് 4 ലക്ഷം രൂപ ലോൺ ഇട്ടിട്ട് ഏകദേശം ഒരു 5 ലക്ഷം രൂപ അടുപ്പിച്ച് അടച്ചാണ് ഈ വാഹനം എടുക്കുന്ന ഓരോ കസ്റ്റമറും
EMI അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ വാഹനമാണ്, ഒരു ബേസ് വേരിയൻറ്റ് ലോ എൻഡ് വാഹനമാണ്. അപ്പോൾ ഈ ഹൈ ക്ലാസ് വാഹനങ്ങൾ, അതായത് ബ്രസ പോലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ 10 ലക്ഷം 12 ലക്ഷം ഒക്കെ കൊടുത്ത് വാങ്ങുന്ന ജനങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, എന്തായാലും വളരെയധികം മോശം അഭിപ്രായമാണ് എനിക്കിപ്പോൾ മാരുതി സുസുക്കിയുള്ളത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാരുതി സുസുക്കിയെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ അവിടെ നിന്ന് മാർക്കറ്റിംഗ് പഠിച്ചവനാണ്, തൊഴിൽ പഠിച്ചവനാണ്. ആ മാരുതി സുസുക്കിയുടെ മാർക്കറ്റിങ്ങിൽ നിന്നുള്ള അന്നം കൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഒരു വാഹനത്തിനകത്ത് ഞാൻ യാത്ര ചെയ്ത് എനിക്കൊരു അപകടമുണ്ടായി, എൻ്റെ സുഹൃത്തുക്കളുടെ ജീവനൊരു ഭീഷണി ഉണ്ടായപ്പോൾ മാത്രമാണ് എനിക്ക് എത്രത്തോളം മാരുതി സുസുക്കിയുടെ ബിൽഡ് ക്വാളിറ്റി മോശമാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും ഈ പറയുന്ന രീതിയിലുള്ള ക്വാളിറ്റി കുറഞ്ഞ വാഹനങ്ങൾ ഇറക്കുന്നത് മാരുതി നിർത്തലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്ക് ലോ മെയിൻ്റനൻസ് കോസ്റ്റാണ്, മൈലേജ് കൂടുതലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ലോ മെയിൻ്റനൻസ് കോസ്റ്റ് എന്തുകൊണ്ട് വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. 5 ലക്ഷം രൂപയുടെ വാഹനത്തിന് ഫ്രണ്ടും ബാക്കും പണിയായി 25,000 രൂപയെ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് എത്ര രൂപ ചിലവാക്കി കാണും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ചിന്തിക്കുക. വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ കൃത്യമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ശേഷം അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം 4 സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് പരിശോധിച്ച് ടെക്നോളജി വൈസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റേതെങ്കിലും ബ്രാൻഡുകളിലോട്ട് പോകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി എന്തായിരുന്നാലും ഞാനൊരു കാറ് വാങ്ങാൻ ആഗ്രഹിച്ച് ഇപ്പോൾ വീണ്ടും എനിക്ക് ഓൾറെഡി ഒരു കാറുണ്ട്, പുതിയൊരു കാറ് വാങ്ങാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളാണ്. ഇനി എന്തായിരുന്നാലും വാഹനം വാങ്ങുന്നുണ്ടെങ്കിൽ അത് മാരുതി സുസുക്കിയുടെ വാഹനമാകില്ല എന്ന് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായി പറയുകയാണ്. എന്തായാലും ഞാൻ വാഹനം ഡെലിവറി കൊടുത്ത, അല്ലെങ്കിൽ ഞാൻ കാരണം മാരുതി സുസുക്കിയുടെ വാഹനം വാങ്ങേണ്ടി വന്ന, അല്ലെങ്കിൽ ഞാൻ കാരണം മാരുതി സുസുക്കിയുടെ സർവീസ് അനുഭവിക്കേണ്ടി വന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടായി പോയി. എൻ്റെ ജീവിതം കൊണ്ട് എനിക്കൊരു അനുഭവം വന്നപ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ തെറ്റെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി ആരെങ്കിലും മാരുതി സുസുക്കിയുടെ വാഹനം വാങ്ങണം എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല. ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അല്പം സ്വല്പം ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉള്ള വാഹനങ്ങൾ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. കുറച്ച് മൈലേജ് 1-2 കിലോമീറ്റർ മൈലേജ് കുറവായിരിക്കും ചിലപ്പോൾ. എന്നാലും നമ്മുടെ വാഹനം, നമ്മുടെ സേഫ്റ്റി, നമ്മുടെ കുടുംബത്തിൻ്റെ സേഫ്റ്റി, നമ്മുടെ സുഹൃത്തുക്കളുടെ സേഫ്റ്റി, പൊതുസമൂഹത്തിൻ്റെ സേഫ്റ്റി, എല്ലാവരും നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അല്പസ്വല്പം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള, മൈലേജ് കുറവാണെങ്കിലും നല്ല കാറുകൾ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകൾ നേരുകയാണ്. താങ്ക് യു.